ക്രിസ്തുദേവന്റെ തിരുജനനം ലോകമെങ്ങും ആഘോഷമാക്കുന്ന ഈ തണുപ്പുള്ള ഡിസംബർ മാസത്തിൽ ഇതാ ഇടുക്കി കട്ടപ്പനക്കാർക്ക് ഒരു സന്തോഷ വാർത്ത. കട്ടപ്പന ഫെസ്റ്റ് 2024 ഡിസംബർ 12 മുതൽ ജനുവരി 12 വരെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും കട്ടപ്പനയുടെ രാത്രി യാത്രയെക്കുറിച്ചുമുള്ള ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്ന. സമയം ഇല്ലാഞ്ഞത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഞങ്ങൾ ഇടാഞ്ഞത്. എന്നാൽ വരും ദിവസം മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പൊ കട്ടപ്പന ഫെസ്റ്റിനെ കുറിച്ചും അതുപോലെ ഈ കട്ടപ്പനയിലെ രാത്രിയിലുള്ള ഒരു മനോഹരമാകുന്ന ദൃശ്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അതിവിശാലമായ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്റ്റേഡിയമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ വർഷവും ഫെസ്റ്റുകളും സർക്കസുകളും ഒക്കെ നടക്കുന്ന ഒരു കട്ടപ്പനയുടെ ഹൃദയഭാഗത്തുള്ള ഒരു സ്റ്റേഡിയമാണ്. ഇന്ന് ഇവിടെ കട്ടപ്പന ഫെസ്റ്റ് 2024 ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ആളുകളൊന്നുമില്ല, കുറച്ച് തൊഴിലാളികളും അതുപോലെ ഈ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് എല്ലാവരും. ഇന്ന് ഞങ്ങളിവിടെ വെറുതെ ഒന്ന് വന്നതാണ്. അപ്പോൾ കട്ടപ്പന ഫെസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പിടിക്കാമെന്ന് ഓർത്ത് തന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം എന്തായാലും കുട്ടികളൊക്കെ കുറച്ച് എൻജോയ് ചെയ്ത് അതിൽ ഓടി നടക്കുകയും തിരക്കുകളൊക്കെ കുറവായതുകൊണ്ട് ഓടി നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. ഈ സമയത്ത് ഞങ്ങൾ പിടിച്ച വീഡിയോ ആണ്. എന്തായാലും ഫെസ്റ്റ് അതിമനോഹരമാക്കുവാനുള്ള സംഘാടകരുടെ നല്ല ഒരു പ്രയത്നം ഇവിടെ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ളത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു സെറ്റ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കട്ടപ്പനയുള്ളവരും ഇടുക്കിയിലുള്ളവരൊക്കെ ഈ ക്രിസ്മസ് രാവിൽ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ നല്ല മനോഹരമാകുന്ന ഈ മാസത്തിൽ നിങ്ങളുടെ കുട്ടികളെ വെക്കേഷനൊക്കെ പോകുന്ന ഒരു ടൈമാണല്ലോ, വെക്കേഷൻ ടൈമാണല്ലോ. ഈ സമയത്ത് കട്ടപ്പന ഫെസ്റ്റൊക്കെ വന്ന് കാണുക. മനോഹരമാകുന്ന ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലെന്നും ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. അപ്പോൾ എന്തായാലും കട്ടപ്പന ഫെസ്റ്റിൻ്റെ ഒരു ഒരുക്കത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കട്ടപ്പനയുടെ രാത്രി ഒരു യാത്ര ഞങ്ങൾക്കൊരു കുട്ടികൾക്കും ഞങ്ങൾക്ക് ഒരു മോഹമായിരുന്നു. അങ്ങനെ രാത്രി യാത്ര ചെയ്യുവാൻ പറ്റിയൊരു ദിവസമല്ലായിരുന്നു. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ കമ്പോളങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഈ ഡിസംബർ മാസത്തെ കട്ടപ്പന ടൗണിൻ്റെ ഒരു മനോഹരമാകുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാരണം വിവിധ തരത്തിലുള്ള സ്റ്റാറുകളും ട്രീകളും അതുപോലെ ശബളമാകുന്ന ലൈറ്റുകളാൽ നിറയപ്പെട്ട നമ്മുടെ കട്ടപ്പനയാണ് എല്ലാ വർഷവും ഡിസംബർ മാസം കാണാറുള്ള. ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കില്ലായിരുന്നു. അതുപോലെ എല്ലാ കടകളും തുറന്നിട്ടില്ലായിരുന്നു. എന്തായാലും വളരെ മനോഹരമാകുന്ന ഒരു രീതിയിലുള്ള അലങ്കാര ദീപങ്ങളാൽ നിറയപ്പെടുന്നൊരു കട്ടപ്പനയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ കാണിക്കാം. എന്തായാലും ഇന്ന് ഞങ്ങൾ ഈ കട്ടപ്പന ഫെസ്റ്റിൻ്റെ ഈ നഗരിയിലെത്തി വീഡിയോ ഒക്കെ പിടിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും വലിയ പള്ളികളുടെ മുൻപിലും അതുപോലെ വലിയ ഷോപ്പിംഗ് മാളുകളുടെ മുൻപിലും സാന്താക്ലോസിൻ്റെയും അതുപോലെ ട്രീയും അതുപോലെ സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ കഴിഞ്ഞു. എന്തായാലും വരും ദിവസം ഇതിലും ഈ ക്രിസ്മസ് മനോഹരമാക്കുന്ന ഒരു ടൗണിനെ നമുക്ക് വരും ദിവസം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഈ കട്ടപ്പന ഫെസ്റ്റിനെ ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയും ഞങ്ങൾ ഈ യാത്രയെക്കുറിച്ചുമുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം വരും ദിവസം വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.